അപ്പോൾ ആർ പി അപ്ഡേറ്റ് ആൻഡ് നമ്മൾ പുതിയ സെർവറിൽ ജോയിൻ ചെയ്തു. ആൻഡ് പുതിയ സെർവർ എന്ന് പറയണത് നമ്മൾ കുറച്ച്, അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് സെർവറിലാണ് ഇനി തൊട്ട് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ആർ പി സെനാറിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഒരുപാട് ഡിഫറൻസുകളും ഒരുപാട് പുതുമയുള്ള കുറേ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുതിയ സെർവറിലാണ് നമ്മൾ കളിക്കുന്നത്. ആൻഡ് നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് ദൈവമായിട്ടുള്ള വ്രോക്സ് തിരിച്ചു വരികയാണ്. അങ്ങനെ വ്രോക്സിൻ്റെയും അതുപോലെ തന്നെ ടോണിയുടെയും പുതിയ സെർവർ ആയിട്ടുള്ള, എന്താണ് സെർവറിന്റെ പേര്? ഡിമൻസിറ്റി ആണോ ഡയമണ്ട് സിറ്റി ആണോ? ഡയമണ്ട് സിറ്റി എന്നാന്ന് തോന്നുന്നു. ഡയമണ്ട് സിറ്റി ആണ് ഇനി തൊട്ട് നമ്മൾ കളിക്കാൻ പോകുന്നത്. ആൻഡ് ഇറ്റ് വിൽ ബി എ, എന്താ പറയാ, നിങ്ങൾക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കിടില സെർവറാണ്. അതായത് ഇതുവരെ നിങ്ങൾ ആരും, അതായത് നമുക്ക് ഇതുവരെ ചെയ്തു വന്ന ഒരു പാറ്റേൺ അല്ലാതെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെർവറാണ്. സോ ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അനൗൺസ്മെൻറ്റ് എന്ന് വെച്ചാൽ, കുറേ നാളായിട്ട് നമ്മൾ പറയുന്നു നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. സോ അതുകൊണ്ട് ഈ വട്ടം അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്, നമ്മൾ ഒരിടത്തായിട്ട് ഒതുങ്ങി നിൽക്കുന്നില്ല. വി വിൽ ബി പ്ലേയിങ് TVA X KVA will be there and our second server is Xlandis for sure. And അതും നമ്മൾ ഈ രണ്ട് സെർവറിൽ ഒരേപോലെ കളിക്കുന്നതായിരിക്കും. അതാവുമ്പോൾ ബാൻ കിട്ടിയാൽ ഒരു സെർവറിൽ നിന്ന് മാറി അപ്പുറത്തെ സെർവറിൽ കളിക്കാം, ഇവിടുന്ന് മാറി കളിക്കാം, എല്ലാം കളിക്കാം എന്നുള്ളൊരു രീതിയാണ്. സോ എക്സ്ലാൻഡിസും അതുപോലെ തന്നെ ഇതുമായിരിക്കും നമ്മുടെ സെർവേഴ്സ് ഇനി തൊട്ട്. അപ്പോൾ ബാൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ ബാധിക്കത്തില്ല. ഫ്രം ടുമോറോ ഉണ്ടോ? ടുമോറോ അല്ല ബ്രോ, 15-ാം തീയതി. 2 ദിവസത്തോടെ വേണം സമയം, 2 ദിവസത്തോടെ ടൈം വേണം. 2 ദിവസം കൂടി ടൈം ഉണ്ടെങ്കിൽ നമുക്ക് സെർവർ ലോഞ്ച് 2 ദിവസത്തോടെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ 15-ാം തീയതിയാണ് സെർവർ ലോഞ്ച് വന്നതിന് ശേഷം ആയിരിക്കും നമ്മൾ. ആൻഡ് നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് മിസ് ഔട്ടായ TVയിലും KVയും തമ്മിലുള്ള കുറച്ച് നല്ല ആർപികളും കുറച്ച് നല്ല അടിയും വഴക്കുകളൊക്കെ ഉണ്ടാവും. ആൻഡ് ഈ വട്ടം നമ്മൾ ഉറപ്പ് തരാം ഗൈസ്, ഇത് ഒരടിയായാൽ പോലും അവരുടെ സൈഡിൽ നിന്നും അവരുടെ അഡ്മിൻ പാനലിൽ നിന്നും നമുക്ക് ഒരു ഉറപ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സൈഡിൽ നിന്നും നമ്മൾ ഒരു ഉറപ്പും കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിയായാൽ പോലും വാറാണെങ്കിൽ തന്നെ എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോകത്തില്ല എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതുകൊണ്ട് എക്സ്ട്രീം ടോക്സിസിറ്റിയിലോട്ട് പോവാതെ ഞങ്ങൾ നോക്കിക്കോളാം. സെർവറിലെ കാര്യങ്ങൾ നമ്മൾ ഇതാക്കി നല്ലൊരു സ്റ്റാർട്ട് പോലെ. ആൻഡ് ബോത്ത് ദ സെർവേഴ്സിലും നമ്മുടെ ഗ്യാങ് ഹൗസ്, ഗ്യാങ് ഡ്രസ്സ്, ഗ്യാങ് വണ്ടി എല്ലാം സെയിം ആയിരിക്കും. 2 സെർവറിലും PvP ആക്റ്റീവ് ആണ്. ടർഫ്, ബോഗ് എല്ലാം ഒരുമിച്ചായിരിക്കും തുടങ്ങുന്നത്. ഓക്കെ, അപ്പം അടിയുണ്ടാവും, വഴക്കുണ്ടാവും, RP ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ആൻഡ് അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ഉള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതാണ്. ആൻഡ് ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരു സെർവർ ചൂസ് ചെയ്തിട്ട് PD RPയും കൂടെ വേലു RPയും കൂടി ഞാൻ ഏതെങ്കിലും ഒരു സെർവറിൽ ചെയ്യുന്നതായിരിക്കും. അത് ഏതാ സെർവർ നമുക്ക് നല്ലത്, ഏതാ സെർവർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം തൊട്ടേ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത്. ഹൈനയും കാർണേജും തന്നെ ആയിരിക്കും ഗ്യാങ് വർക്കുകൾ, മാറ്റമൊന്നുമില്ല. ഹൈനയും കാർണേജും തന്നെയാണ്. അപ്പം അങ്ങനെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാസ്ട്രോ വരുമോ? അതെനിക്ക് അറിഞ്ഞൂടാ ബ്രോ, അവരുടെ ഗ്യാങ് ഡിസിഷൻസ് ഒക്കെ അവരാണ് എടുക്കുന്നത്. കാസ്ട്രോ കറൻ്റ്ലി RPന്ന് ഇതായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ഡിസിഷൻസ് ഒക്കെ അവരായിരിക്കും പറയുന്നത്. സോ ദാമുവിൻ്റെ കേസ് ഓൾറെഡി പറഞ്ഞായിരുന്നു ബ്രോ. ദാമു 2 മാസത്തേക്ക് എന്തായാലും ഉണ്ടാവില്ല. ദാമു 2 മാസത്തേക്ക് അവന് പരീക്ഷയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗ്യാപ്പിലാണ്. സോ ദാമു എന്തായാലും വരുമോ എന്നുള്ള കാര്യം എന്തായാലും എനിക്ക് അറിഞ്ഞുകൂടാ. അണ്ണാ സ്റ്റീവിനെ കുറിച്ച് പറയാമെന്നോ? സ്റ്റീവിനെ കുറിച്ച് എന്ത് പറയാനാടാ? സ്റ്റീവിനെ ഇനി എന്ത് പറയാനാ? അവനുള്ള എക്സ്പോഷർ അത് എന്നും ഉണ്ടാവും. അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പ്ലെയർ ഇല്ല, അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. എവിടെയാണല്ലോ അവൻ ഏത് ഗ്യാങ്ങിൽ കളിച്ചാലും അവന് പകരമായിട്ട് ഒരാളെ കൊണ്ടുവരാൻ പറ്റൂല. അത് അവന് പകരം അവൻ മാത്രമേ ഉള്ളൂ. അത് അവനിപ്പോൾ TV ന്ന് ഇറങ്ങുവാണെങ്കിൽ സ്റ്റീവിന് പകരം ഒരു റിക്രൂട്ട്മെന്റ് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് എടുക്കാൻ ഇന്ന് കേരള RP കമ്മ്യൂണിറ്റിയിൽ ഇല്ല അങ്ങനെ ഒരാൾ. അവന് റീപ്ലേസ്മെന്റ് എടുക്കാൻ വേറൊരാളില്ല. അത് ഞാൻ പറയാം, അത് എപ്പോഴാണെങ്കിലും പറയാം. അവനെ അങ്ങനെ ഒരു റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അവന് പകരം വേറൊരാൾ, അവനോട് നിൽക്കുന്ന വേറൊരാളെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഡിമെൻസിറ്റി എന്നാണ് കേട്ടോ. ഡിമെൻസിറ്റി എന്നാണ്. ഡിമെൻസിറ്റി എന്നാണ് അത്. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും കളിക്കുന്നത്. സോ 15-ാം തീയതി തൊട്ട് നമ്മൾ RP രണ്ടിടത്തുമായിട്ട് കളിച്ചു തുടങ്ങും. 15-ാം തീയതി നിങ്ങളെ
പുതിയ സെർവറിലെ പുതിയ ഫീച്ചേഴ്സ്, പുതിയ കാര്യങ്ങൾ എല്ലാം നമ്മൾ കാണിക്കും. ആൻഡ് അടുത്ത ദിവസം എക്സ്ലാൻഡിസിൽ കയറി എക്സ്ലാൻഡിസിലെ ഇതും നിങ്ങളെ കാണിച്ചു തരും. ഈ 2 സെർവറിൽ ഒരേപോലെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈമറി സെക്കൻഡറി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ടിടത്തും ഒരുപോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. രണ്ടിടത്തും ഒരുപോലെ ചെയ്തു പോവാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതാക്കി നിൽക്കുന്നത്. ആരൊക്കെയാണ് ഫസ്റ്റ് 30 ലൈനപ്പ്? അത് ഇപ്പോൾ ഉള്ളത് ലൈനപ്പ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഉള്ള ലൈനപ്പ് തന്നെയാണ്. അതിനൊന്നും മാറ്റമൊന്നുമില്ല. ആൻഡ് സ്പീഡ് ബാക്ക് ടു മെയിൻ ലൈനപ്പ്. സ്ട്രില്ല് 2.5 മാസത്തേക്ക് ഗ്യാപ്പിലാണ്, അവനൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ സ്ട്രില്ലിന് പകരം നമ്മുടെ സ്പീഡിനെ തിരിച്ച് കയറ്റിയിട്ടുണ്ട്. അതേ ഉള്ളൂ. സ്റ്റീവ് പോവാണോ? അയ്യോ അല്ലടാ, എന്തിനൊക്കെയാ പറയണേ? സ്റ്റീവ് എവിടെ പോവാൻ? ഗൈസ് ലൈക്ക് അടിക്കാതെ മേക്ക് ഇറ്റ് 10K ലൈക്ക്, 8.9K, 1K ആൾക്കാരോട് ലൈക്ക് അടിച്ച 10K ലൈക്ക്. ഗ്യാങ്ങോസ് എല്ലാം സെയിം ആയിരിക്കും. ഗ്യാങ്ങോസ് എല്ലാം ഇതായിരിക്കും. ഡ്രസ് എല്ലാം സെയിം ആയിരിക്കും. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. ഗ്യാങ്ങോസിനൊന്നും ഒരു മാറ്റവും ഇല്ല. 2 സിറ്റിയിലും ഗ്യാങ്ങോസും ഗ്യാങ് വണ്ടിയും എല്ലാം സെയിം ആയിരിക്കും. ആൻഡ് നമ്മൾ പോകുന്നിടത്ത് 2 ബെല്ലാരിയും അന്തേരിയും ഉണ്ടാവും. അവർ നമ്മളോട് ഉണ്ടാവും. അതുകൊണ്ട് അതങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. സ്റ്റീവ് ഇഷ്യൂ എന്താ? അവൻ ഭയങ്കര ഇഷ്യൂ ആണ് സ്റ്റീവിന്. അവനാണെങ്കിൽ ഉണ്ടല്ലോ, അടിക്കുന്ന മൊത്തം തലയ്ക്കാ കൊള്ളുന്നത്. അതുകൊണ്ട് സ്റ്റീവായിട്ട് ഞങ്ങൾക്ക് ഇഷ്യൂ ആണ്. ഈ ദേഹത്ത് അണ്ടിയിലടിക്കുന്ന ആരെങ്കിലും അതിന് പകരമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. ഇതാണ് സ്റ്റീവായിട്ടുള്ള ഇഷ്യൂ. അതൊന്ന് ഫിക്സ് ചെയ്യണം, എങ്ങനെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം പെട്ടെന്ന്. അവ അടിക്കണമെല്ലാം തലയ്ക്കാ കൊള്ളണേ. അതൊന്ന് മാറ്റാം. അതിന് ഫിക്സ് ഇതുവരെ എനിക്ക് കിട്ടിയില്ല. ആ ഒരു ഫിക്സ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ. ഇതാണ് സ്റ്റീവായിട്ടുള്ള ഇഷ്യൂ. അപ്പോൾ ഇതൊക്കെയാണ് മേജർ അനൗൺസ്മെന്റ്സ് ഗൈസ്. നമ്മൾ ഉടനെ തന്നെ ആ പഴയ നല്ല കാലം തിരിച്ചു കിട്ടണേ എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ്. ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന വാച്ചിങ് കൗണ്ടും ഇതൊന്നും അല്ല. വാച്ചിങ് കൗണ്ടൊന്നും നമുക്ക് അങ്ങനെ വലിയ മേജർ ചേഞ്ചസ് ഒന്നും ഉണ്ടായിട്ടില്ല. അന്നും ഇന്നും RP കാണാൻ നമുക്കൊരു 10,000-13,000 പേര് വരാറുണ്ട്. അവർ കാണാറുണ്ട്, നമ്മളുടെ RP ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ എല്ലാവരും തമ്മിലുള്ള ആ ഒരു സിനർജി ഇതെല്ലാം കാരണം ഒരു സമയത്ത് നമ്മളായിട്ട് ചിലപ്പം എന്തെങ്കിലും രീതിയിൽ അവരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളിങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള മെയിൻ ഒരു കാരണം തന്നെ അതുകൊണ്ടാണ് ഗൈസ്. മെയിനായിട്ട് നമ്മൾ കാരണം എന്തെങ്കിലും ഒരു ഹേറ്റും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫിക്സ് ചെയ്യാനൊരു എൻ്റേതായിട്ടുള്ള ഒരു ഡെസിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ ഈ വർഷം ഇങ്ങനത്തെ രീതിയിൽ ഇത് പ്ലാൻ ചെയ്തത്. സോ പഴയ പോലത്തെ ആ ടർഫിൻ്റെയൊക്കെ ഒരു ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ വരണം. ആൻഡ് ഒരു വേർത്തി ഒപ്പോണൻ്റ് എന്നുള്ള രീതിയിൽ അവരെ എനിക്ക് ഒഴിവാക്കി നിർത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടായിട്ടും ഞാൻ പലവട്ടം ലൈവിൽ ഇല്ല, ഞാൻ ഇനി വേറൊരിടത്തോട്ട് അല്ലെ അവരുടെ അടുത്തോട്ട് പോകത്തില്ല എന്ന് പറഞ്ഞിട്ടും ഞാൻ തിരിച്ചവിടെ കയറാനുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ കളിക്കാം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനുള്ളൊരു മെയിൻ കാരണം തന്നെ അതുകൊണ്ടാണ്. സോ നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ 2025. എല്ലാവർക്കും അവർക്കും ഒരു നല്ലൊരു വർഷം വരട്ടെ എന്നുള്ളൊരു ഇതിൽ തന്നെ അത് വിചാരിക്കണേ. അങ്ങനെ പോട്ടെ. അയ്യറിന് പെർമനന്റ് ബാൻ ഞാൻ കണ്ട്. ബാനിട്ടന്റെ റീസൺ സൂപ്പർ റീസൺ ആയിരുന്നു സൂപ്പർ. മറ്റേ ബാനിട്ടന്റെ റീസൺ ബ്രോ, ഈ സെർവറിൽ നീ മുമ്പണ്ടാ വേറെ എവിടത്തേലും പൊക്കോളെ. അതാണ് ബാൻ റീസൺ. അതാണ് താങ്ങിന്ന്. അയ്യോ നീയൊക്കെ സെർവർ എങ്ങനെയാണ് തുടങ്ങിയ പുണ്ടച്ചികളെ? നീയൊന്നും നീയൊക്കെ ഒന്നും ചെയ്യാത്ത പോലെ വലിയ മറ്റേ പുണ്യാളന്മാര്. എന്നിട്ട് അവന്റെയൊക്കെ പുതിയ ഉപദേശമായിട്ട് വന്നേക്കുന്നു. നീയൊക്കെ താങ്ങിയിട്ട് എത്ര എന്തായാലും ഇവിടെ ഒരാളും താങ്ങിയിട്ടില്ല. ലോകത്തൊരാള്